മാരുതി സുസുക്കിയിലേ അത്യാവശ്യം ബോഡി ക്വാളിറ്റി എഞ്ചിൻ ക്വാളിറ്റി അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ അല്ല അത്യാവശ്യം നല്ല റൺ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി എസ് ക്രോസുമായിട്ടാണ് നമ്മൾ സെയിൽ കൊടുക്കുന്നത്. എസ് ക്രോസിന് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു 80 സ്പീഡിലൊക്കെ പോയാലും വല്ലാതെ കുലുക്കല്ലാത്തൊരു വാഹനം തന്നെയാണ് എസ് ക്രോസ്. ഇത് ഡെൽറ്റ ഓപ്ഷനാണ് വരുന്നത്, ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നത്. 2017 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് വെറും 64,000 കിലോമീറ്റർ കേട്ടോ. ഡീസൽ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത ബോഡി കാര്യങ്ങളാണ്. ഫുള്ള് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതേപോലെ പേൾ വൈറ്റിലാണ് ഈ വാഹനം വരുന്നത് കേട്ടോ. 2017 ന്യൂ ഷേപ്പിൽ വരുന്ന വാഹനമാണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഒരു 80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ 60-65% വരുന്നത് കേട്ടോ. ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. എഞ്ചിൻ ഭാഗമൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനം കേട്ടോ. ഫ്ലഡ് കാര്യങ്ങൾ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കുക. അതൊരു പേൾ വൈറ്റിലാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ ഈ വാഹനം ന്യൂ ഷേപ്പിൽ വരുന്നത് 2017 മുതലാണ് കേട്ടോ. ഹൈബ്രിഡ് വരുന്നത് 2017 മുതലാണ്. അതിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഗ്രില്ല് കാര്യങ്ങളൊക്കെ ന്യൂ ഷേപ്പിൽ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് വാഹനത്തിന്. അതേപോലെ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും കയറാത്ത വാഹനം. ടയർ ഭാഗങ്ങൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഒരു 90% തന്നെ പറയാം കേട്ടോ. ഫ്രണ്ട് ഭാഗം ടയർ ഭാഗം. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 60% ബാക്ക് സൈഡ് വരുന്നുള്ളൂ. ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ്. അതേപോലെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. പേൾ വൈറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വാഹനം എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ കഴിയുന്നത്. സെൻസർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ. മേജറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങൾ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ ഈ വാഹനത്തിന് നമുക്ക് ഈ ഒരു ഡിക്കി മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഈ ഡിക്കി ഗ്ലാസും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്ത് എവിടെയും തട്ടുമുട്ടോ കാര്യങ്ങളോ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും വണ്ടിമ്മക്ക് എവിടെയും സംഭവിച്ചിട്ടില്ല. ചെറിയൊരു ചെറിയ തട്ട് സംഭവിച്ചിട്ടുണ്ടാവും. അതിൽ മാറ്റിയതാണ്. വേറെ ഈ ഒരു അടിഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു സൈഡ് ഭാഗത്തോ എവിടെയും ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. അത് നമുക്ക് 100% ഗ്യാരണ്ടി തരാം. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻറ്റുകളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റാറിങ് കൺട്രോൾ വരുന്നുണ്ട്. കമ്പനി സെറ്റ് വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ഇൻറ്റീരിയർ ഭാഗം തന്നെയാണ് കേട്ടോ. ബാക്ക് സൈഡ് സീറ്റ് കവർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ ഒരു പുതിയൊരു വണ്ടി എങ്ങനെയാണോ ആ ഒരു കണ്ടീഷൻ തന്നെ എൻജിൻ റൂം കിടക്കുന്നത് കേട്ടോ. ആ ഫ്രോണ്ട് സൈഡ് അതേപോലെ എൻജിൻ്റെ ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. എൻജിൻ ഭാഗമൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. എൻജിൻ സൈഡൊക്കെ നോക്കുമ്പോൾ ഒരു പുതിയ വണ്ടീൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ യാർഡിൽ തന്നെ ചെയ്തതാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിച്ചും ഫ്രണ്ടേജൊക്കെ പുതിയതായിട്ട് കാണുമ്പോൾ ഇത് കംപ്ലീറ്റ് ഇടിച്ചിട്ട് മാറിയതാണെന്നുള്ള ചില ആൾക്കാർക്കൊക്കെ സംശയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമ്പോൾ കാണിക്കാൻ കഴിയില്ല. നമുക്ക് ഗ്യാരണ്ടിയാണ്. ബോണറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഫ്രണ്ട് ഗ്ലാസ് പക്കയാണ്. ഓൺലി ഡിക്കി റീപ്ലേസ് ഉള്ളൂ കേട്ടോ. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പോൾ ഡീസൽ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും അത്യാവശ്യം ബോഡി ക്വാളിറ്റി എഞ്ചിൻ ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു വാഹനമാണ് മാരുതിയിൽ. ഈ വാഹനം നിങ്ങൾക്ക് ഒരു 50,000 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലൊക്കെ ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 6,50,000 രൂപയാണ് കേട്ടോ. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. Mata